നമസ്കാരം. ദിവസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഫുഡൊക്കെ തയ്യാറാക്കിയത്. ആദ്യം ഞങ്ങൾ വെജിറ്റബിൾസ് മാർക്കറ്റിൽ പോയിട്ട് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് പേരെ കാണാൻ പോയി. അത് കുറച്ച് പേരെന്ന് പറയുമ്പം കുറച്ച് കൂട്ടുകാരൊക്കെ അവിടെ പോയിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആവശ്യമായി ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഫുഡ് അമ്മ ഉണ്ടാക്കി. എന്നിട്ട് അതിനകത്ത് ഒരു സ്പെഷ്യൽ ഫുഡിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വരുന്നത് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ഫുഡ് എന്നൊക്കെ കരുതുമ്പോൾ എല്ലാവരും ഓർക്കും എന്താണ് ഈ സ്പെഷ്യൽ ഫുഡ്. അപ്പോൾ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുമ്പോൾ അതൊരു അച്ചാറാണ് കേട്ടോ. അച്ചാർ എന്ന് പറയുമ്പോൾ അച്ചാറുകൾ സ്പെഷ്യൽ ആണത്. ഒരു ഡേറ്റ്സ് അച്ചാർ. ഡേറ്റ്സ് എല്ലാവർക്കും അറിയാം, പക്ഷെ ഡേറ്റ്സിന്റെ അച്ചാർ എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് ഡേറ്റ്സ് അച്ചാറിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ അമ്മ അതവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അതിന്റെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ബൈ. അപ്പോൾ ഞാൻ ഷാർജ വെജിറ്റബിൾ മാർക്കറ്റ് വരെ ഇറങ്ങിയതാണ്. ബിരിയാണിക്കുള്ള അച്ചാറായ ഡേറ്റ്സ്, പച്ച ഡേറ്റ്സ് വെച്ചാണ് ബിരിയാണിക്കുള്ള അച്ചാർ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ റോഡിന് ഓപ്പോസിറ്റ് സൈഡിൽ നല്ല സുന്ദരി കുട്ടികൾ ഇങ്ങനെ പച്ചപ്പൊക്കെ നിറഞ്ഞ് ഹരിതാവർണ്ണ വിരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ കണ്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. കണ്ടോ, കുഞ്ഞു ഓറഞ്ച് മരം. അതിൽ ഓറഞ്ച് സഹിതമുണ്ട്. ഇപ്പം കണ്ട എൻ്റെ മോൾ അമ്മ എടുത്ത് കാണിക്കുക. അത് ചെടിയാണ് കേട്ടോ. എത്ര ഭംഗി. നമ്മുടെ നാടിൻ്റെ ആ പ്രതീതി ഉയർത്തുന്ന രീതിയിലാണ് ഇവിടെ ചെടികൾ നിൽക്കുന്നത്. അവരുടെ പുഷ്പിച്ചും മൊട്ടിട്ടും ഒക്കെ നിൽക്കുന്നത് ഒന്ന് കാണണം. എത്ര ഭംഗിയാണെന്നറിയോ. ഞാനും അതിൽ 2-3 പേരെ എൻ്റെ വീട്ടിലെ അതിഥികളാക്കിയിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ നല്ല ക്ഷീണിതരാണ്. അവർക്ക് കുറച്ച് വെള്ളവും വളമൊക്കെ ഇട്ട് അവരൊന്ന് പച്ച പിടിക്കട്ടെ. ഞാൻ അവരെ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ നാട്ടിൽ അടിപൊളിയായിട്ട് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വളരുന്ന പോണക്കുള്ള ചെടികൾ ഇഷ്ടംമാതിരി ഇവിടെ വളർത്തുന്നത്. എല്ലാവരും ഓർക്കും ഇവിടെ ഇതൊന്നും ഇല്ല എന്നോർക്കും നാട്ടിലുള്ളവർ. പക്ഷെ ഇതെല്ലാം ഉണ്ട്. പ്ലാവുണ്ട്, മാവുണ്ട്, ഇതെല്ലാം ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഉള്ള ചെടികളെ ഒട്ടുമിക്കതും ഞാനിവിടെ കണ്ടു. അടിപൊളിയാണ് കേട്ടോ. ഞാൻ തുളസി, അങ്ങനെ തെറ്റി, അങ്ങനെ കുറച്ച് ഐറ്റം ചെടികൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോഴുണ്ട് ചെടി വാങ്ങാൻ ഒരാൾ ഇവിടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഞങ്ങളെ കണ്ടുകൊണ്ട് ഓടി മറിഞ്ഞു പോവാ കേട്ടോ ആള്. അങ്ങനെ ഇതിൻ്റെ നടുക്കൂടെ എൻ്റെ മോൻ ഇങ്ങനെ ഓടി കളിച്ചു വരുന്നു. അവനെ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് തെറ്റിയുടെയൊക്കെ ഒരു വെറൈറ്റി തന്നെയുണ്ട്. കുറേ കളറുണ്ട് കേട്ടോ തെറ്റിയുടെയൊക്കെ. അതുകൊണ്ട് ആ നിൽക്കുന്ന മോളുടെ ബാക്കി നിൽക്കുന്നത് നല്ല വലിപ്പം വെച്ച ഒരു പ്ലാവായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഉണ്ട്, ചെടികളുണ്ട്. അപ്പം ഞാൻ ചെടികളൊക്കെ കണ്ടു. 1-2 ഐറ്റം ചെടികളൊക്കെ വാങ്ങി. പക്ഷേ ഈ കൊറോണയുടെ പ്രോബ്ലം കാരണം എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വെജിറ്റബിൾ മാർക്കറ്റ് വരെ വന്നാണ്. വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് മെയിനായിട്ട് ഞാൻ ബിരിയാണിക്കുള്ള അച്ചാറിന് വേണ്ടിയിട്ടുള്ള പച്ച ഡേറ്റ്സ് വാങ്ങി. എങ്ങനെ അച്ചാർ ഇടുന്നതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാനേ വെജിറ്റബിൾ മാത്രമല്ല, എന്തൊരു മല്ലിയില, നമ്മുടെ പച്ചച്ചീര, ചുമന്ന ചീര, എന്ത് വാങ്ങണേലും ഞാൻ ഈ മാർക്കറ്റിൽ വന്നിട്ടാണ് വാങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രഷായിട്ട് അന്നേരം പറിച്ച് അതിൻ്റെ വേരിലെ മണ്ണ് പോലും പോകാത്ത നല്ല അത്ര ഫ്രഷ് ചീരയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. വെജിറ്റബിൾ ആണേലോ നമ്മൾ ഒരു ദിവസം പോലും വാടി, നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ കിട്ടത്ത അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് കപ്പയും മാങ്ങയും, പച്ച അച്ചാറിടാനുള്ള മാങ്ങ, കപ്പ, ഇതൊക്കെ ഞാൻ ഇവിടുന്നാണ് വാങ്ങുന്നത്. ഒരു തരംസൊക്കെ കൂടുതലായിരിക്കും, പക്ഷേ എന്നാലും ഫ്രഷ് സാധനം ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. മാങ്ങയൊന്നും വാങ്ങിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം തോന്നില്ല. കാരണം അത്ര നല്ല പൊട്ട്, നല്ല അതിൻ്റെ ആ തണ്ട് ഭാഗത്തുനിന്ന് കറ ഒഴുകുന്ന സൈസുള്ള മാങ്ങ വരെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറച്ച് വെജിറ്റബിൾ, കപ്പ, ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം മാങ്ങയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ വെജിറ്റബിൾ മാർക്കറ്റ് ഒന്ന് കണ്ടു നോക്കി, എത്ര ഭംഗിയാണെന്ന് നോക്കി. അതുകൊണ്ട് ഡേറ്റ്സിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഏത് തരത്തിലുള്ള ഡേറ്റ്സും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റാവുന്നതാണ്. ഞാനിപ്പം പച്ച ഡേറ്റ്സ്, അല്ലെങ്കിൽ ഒരു തണ്ട് പച്ച ഡേറ്റ്സ് വാങ്ങിയിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടി. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ കപ്പ, 1 കിലോ കപ്പ 10 grams. നല്ല അടിപൊളി പുട്ട് പോണക്ക് വേവുന്ന കപ്പയാണ് ഇവിടെ കിട്ടുന്നത്. അതും ഞാൻ 1 കിലോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. ഇതെല്ലാം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ നേരെ റൂമിലേക്ക് പോവുകയാണേ. എല്ലാം വാങ്ങി വന്നപ്പോഴത്തേന് ഈടിട്ടായിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഞാൻ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്രസ്സെല്ലാം മാറിയിട്ടൊന്ന് നന്നായിട്ട് കുളിച്ചതിന് ശേഷം ഞാനിപ്പം ഡേറ്റ്സ് അച്ചാർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ എവിടുന്ന് വാങ്ങുന്നതെന്നും ഇതെങ്ങനെ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അവിടെ എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കണം. കാരണം ഈ അച്ചാർ മെയിനായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി എന്ന ബിരിയാണികളുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. കാരണം ഇതിൽ ഞാൻ കുറച്ചൊരു 5 എണ്ണം നന്നായിട്ട് പഴുത്ത ഡേറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു 5-10 പച്ച ഡേറ്റ്സും ആണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം കടുക്, കറിവേപ്പില, വെളുത്തുള്ളി ചീകി അരിഞ്ഞത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് അത്രയും വട്ടത്തിൽ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡേറ്റ്സ് എല്ലാം കുരു കളഞ്ഞിട്ട് 2ആയിട്ട് പച്ച ഡേറ്റ്സ് ചീകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റേ ഡേറ്റ്സ് ഞാൻ പിച്ചിയും എടുത്തിട്ടുണ്ട് പഴുത്തത്. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിച്ചു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചീകി അരിഞ്ഞെടുത്തത് കാരണം രണ്ടും ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നിച്ചിട്ട് കൊടുക്കാം. രണ്ടിൻ്റെ ഒരേ മൂപ്പാണേ. ഇപ്പം ഞാൻ നന്നായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇപ്പം നമ്മുടെ പച്ചമുളക്, ഈ ഡേറ്റ്സ് അച്ചാറിന് കാരണം ഞാൻ ഈ പഴുത്ത ഡേറ്റ്സ് കൂടെ ഇടുന്നത് കാരണം നന്നായിട്ട് പഴുത്ത നല്ല പഞ്ചസാരയുടെ മധുരമുള്ള ഡേറ്റ്സ് കുറച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അതിന് നല്ലൊരു മധുരമുണ്ട്. അന്നേരം നമുക്ക് ഈ മുളകിൻ്റെ ആ എരിവോടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം 3 ടീസ്പൂൺ പഞ്ചസാര ഡേറ്റ്സ് അച്ചാറിടുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന് കേട്ടോ. പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കായും ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് ഇപ്പം ചേർത്ത് നമ്മുടെ പൊടിവകളുടെ ഒക്കെ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ പച്ച ഡേറ്റ്സ് ആദ്യം ചേർത്ത് കൊടുക്കണം. പച്ച ഡേറ്റ്സ് ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിലെല്ലാം ഒന്ന് മിക്സായി ഒരു 2-3 മിനിറ്റ് അതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അതൊന്ന് വാടട്ടെ. വാടിയതിന് ശേഷം മാത്രം നമ്മൾ നന്നായിട്ട് പഴുത്ത ആ ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ ലേശം ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മധുരം നമ്മൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് ലേശം ഒരു 1/4 സ്പൂണോളം ഉപ്പ്, അര സ്പൂണോളം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തേ. വിനാഗിരിയും ചേർത്ത് കൊടുത്താലേ ആ ഗ്രേവി അതിനകത്ത് തിക്കായിട്ട് നമ്മുടെ ഈ കഷ്ണത്തിലെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയുടെ കൂടെ കഴിക്കാനുണ്ടല്ലോ ഈ ഡേറ്റ്സ് അച്ചാർ അടിപൊളി. അതിൻ്റെ കൂടി പച്ച ഡേറ്റ്സ് അച്ചാർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടി 2-3 പഴുത്തതും കൂടി ഇട്ടത് കൊണ്ട് ഒരു കുപ്പിയിലാക്കി നമ്മൾ ഒരാഴ്ച വെച്ചതിന് ശേഷം ഇതൊന്ന് എടുക്കണം. എന്തോ മണമാണ് ഇതിനകത്ത് നിന്ന് വരുന്നതെന്നറിയാം. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഈ ഡേറ്റ്സ് അച്ചാറിൻ്റെ റെസിപ്പിയും ഞങ്ങൾ വെജിറ്റബിൾ മാർക്കറ്റ് കണ്ടതും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.